പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പവർ, ഇൻഫ്ലുവൻസ് തുടങ്ങി ലെജിറ്റിമസി, അതോറിറ്റി തുടങ്ങിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 1939 മുതൽ 45 വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരുപാട് കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കണക്കാക്കുന്നതാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനവും, അതായത് മുസോളിനിയുടെ ഫാസിസ്റ്റ് പ്രസ്ഥാനവും, ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസിസവും. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ഭരണാധികാരികളും പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നയിച്ചത്. പക്ഷെ ഈ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ അധികാരത്തിലേറുന്നതിനുണ്ടായ കാരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1914 മുതൽ 18 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പാടെ തകർന്നു പോവുകയും ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വഴി ജർമ്മനി യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഒരു വലിയ തുക പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക്സിനും വേണ്ടിയിട്ട് നൽകേണ്ടി, അതായത് ആ കാലഘട്ടത്തിൽ 6 മില്യൺ യൂറോ എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ജർമ്മനിയുടെ സൈനിക ശക്തി കുറക്കുക തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ, സാധാരണ പട്ടാളക്കാരൻ, വളരെയധികം പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം തിരിച്ചറിയുന്നത് തൻ്റെ രാജ്യത്ത് പ്രധാനമായും തൻ്റെ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോഴുള്ള ഗവൺമെന്റ് ആണ്, അതുപോലെ ജൂതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ഇതേ ഒരു സന്ദർഭത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് 1919 ഫാസിസ്റ്റ് പാർട്ടി, 1919 എൻ്റെ ഓർമ്മ, മുസോളിനി അദ്ദേഹം ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി വിജയിച്ച കക്ഷികളുടെ കൂട്ടത്തിലാണെങ്കിലും ബ്രിട്ടനും ഫ്രാൻസിനും ലഭിച്ച അത്ര ആനുകൂല്യങ്ങളൊന്നും, അതല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അത്ര സമ്പത്തുകളൊന്നും ഇറ്റലിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാർട്ടികളും, അല്ലെങ്കിൽ ഈ രണ്ട് നേതാക്കളും തന്നെ പറയാം, ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് സംസാരിച്ചിട്ട് ജനങ്ങളുടെ തീവ്രമായ രാഷ്ട്രബോധത്തെ അല്ലെങ്കിൽ നാഷണലിസത്തിനെ ഉണർത്തിക്കൊണ്ട് ആണ് ഇവർ രണ്ടുപേരും അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നത്. അവര് ഒരു റെവല്യൂഷൻ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ആംഡ് റെബലിയൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ആയുധം അല്ലെങ്കിൽ സായുധ വിപ്ലവം അവർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പകരം അവരുടെ സംസാരത്തിലൂടെ, അവരുടെ പ്രസംഗങ്ങളിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇവരുടെ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങൾ ഇൻഫ്ലുവൻസ് ആകപ്പെടുകയും, അങ്ങനെയാണ് ഈ രണ്ടു നേതാക്കന്മാരും യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങളിൽ അധികാരത്തിലേറുന്നത്. തീർത്തും ജനാധിപത്യത്തിലൂടെ തന്നെയാണ് ഇവർ രണ്ടുപേരും അധികാരത്തിലേറുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനത്തെ നമ്മൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ രണ്ടാളുകളും കോയേഴ്സീവ് അല്ലെങ്കിൽ ഫിസിക്കൽ പവേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി.
മിലിറ്ററി സ്ട്രെങ്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇത്രയും കാലം ജനങ്ങളുടെ ഒരു വോളണ്ടറി സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കൺസെന്റ് ഉണ്ടായിരുന്നു. കാരണം അവർ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയതാണ്, ജനങ്ങളാണ് അവർ അധികാരത്തിലേറ്റിയത്. അതുകൊണ്ട് തന്നെ അവരുടെ പവർ ലെജിറ്റിമേറ്റ് ആയിരുന്നു. ദേ ഹാവ് ദ സപ്പോർട്ട്, വോളണ്ടറി സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ബട്ട് ലേറ്റർ when they started using physical force, they lost the support of the people. People were still obeying them, but out of fear. They didn't have a voluntary support, അല്ലെങ്കിൽ they didn't have a consent from the people. So their power became illegitimate. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമയത്ത്, അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഫ്ലുവൻസിൽ നിന്നും പവറിലോട്ട് എത്തുന്നത്. when it gets the physical force, when we use physical force to influence the people, then it become power. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ മുന്നിൽ വെക്കാണ്ട് ആദ്യം ഇവിടെ പറയാനുണ്ടായ കാരണം ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസിനെയും പവറിനെയും പരസ്പരം മാറി ഉദ്ധരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. ആൾദോ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും രണ്ടും ടു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ പീപ്പിൾ ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് വാട്ട് ഈസ് ഇൻഫ്ലുവൻസ് ആൻഡ് വാട്ട് ഈസ് പവർ ആൾസോ. പക്ഷെ നമ്മൾ ഇന്നിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ഇൻഫ്ലുവൻസ്, എന്താണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ചില ആളുകൾ പൊളിറ്റിക്കൽ സയൻസിനകത്ത് തന്നെ ഒരുപാട് പേര് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഈ മാനവിക വിഷയങ്ങൾ, സോഷ്യൽ സയൻസസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവാണ്. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളും ശരി തന്നെയാണ്. ഇപ്പൊ ചില പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്, അത് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നോൺ കോഴ്സീവ് ഫോം ഓഫ് പവർ, അതായത് ഒരു ആയുധത്തിന്റെ പിൻബലം ഇല്ലാത്ത ഒരു പവറിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ ഒബീഡിയൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആയുധം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ചില ആളുകൾ പറയുന്നു പവർ ഈസ് ജസ്റ്റ് എ ഫോം ഓഫ് ഇൻഫ്ലുവൻസ്. അതായത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറി അല്ലെങ്കിൽ വൈഡ് കോൺസെപ്റ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് പവർ എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലുവൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടി ചില ആളുകൾ പവർ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലുവൻസിന്റെ ഒരു ഭാഗം മാത്രമാണ് പവർ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, like if one person get others to act or think or feel in a way he decides, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ അയാളെ ഫീൽ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുക, ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കോഴ്സീവ് പവർ ആക്ച്വലി ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിനകത്ത് നമ്മൾ കോഴ്സീവ് പവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കം പവർ. അപ്പോ ഇവിടെ നമ്മൾ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇഫ് എ പേഴ്സൺ ഗെറ്റ് അതേഴ്സ് ടു ഡു ഓർ ടു ആക്ട് ഓർ ടു ഫീൽ ഓർ ടു തിങ്ക് ഇൻ എ വേ ഹി ഡിസൈഡ്സ്, അതായത് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനോ പ്രേരിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഫ്ലുവൻസിനകത്ത് നമ്മൾ ഇൻഫ്ലുവൻസ് ഈസ് പെർസ്വാസീവ്, ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ, ഇറ്റ് ഈസ് വോളണ്ടറി, വൺ വോളണ്ടറി സബ്മിറ്റ്സ് ടു ഇറ്റ്. അതായത് അയാളുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് അയാൾ അങ്ങനെ ചിന്തിക്കാൻ, മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് മൂലം അയാൾ സ്വയം ഇഷ്ടപ്രകാരമാണ് ആ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾക്ക് മറ്റോപ്ഷനുകൾ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവിടെ ഒരു വോളണ്ടറി കൺസെന്റ് ഉണ്ട്.
അല്ലെങ്കിൽ ഒരു വോളണ്ടറി ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്, നമുക്കറിയാം ഈ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ചിന്തകരെല്ലാം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പാടെ തള്ളിക്കളഞ്ഞ്, അല്ലെങ്കിൽ ആസ് എ നെസസറി ഈവിൾ, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഈവിൾ കോൺസെപ്റ്റാണ് സ്റ്റേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ ഒരു COVID-19 സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഒരു സ്റ്റേറ്റിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യ മേഖലയിലാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫങ്ഷനിങ്, മാർക്കറ്റ് മാത്രം പോരാ, സ്റ്റേറ്റ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഏതൊരു കാലഘട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും സ്റ്റേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റേറ്റിന് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മിഡീവൽ കാലഘട്ടം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെല്ലാം പോവുകയാണെങ്കിൽ സ്റ്റേറ്റിന്റെ പവേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി മച്ച് ലിമിറ്റഡ്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾസ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അതുപോലെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുക, രാജ്യത്തിലെ ജനങ്ങളുടെ സ്വത്തും ശരീരവും സംരക്ഷിക്കുക തുടങ്ങിയ വളരെയധികം ലിമിറ്റഡ് ആയ ഫങ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മോഡേൺ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഗോട്ട് വെൽഫെയർ സ്റ്റേറ്റ്. അതായത് ഈ ജനങ്ങളുടെ സ്വത്തും ശരീരവും സംരക്ഷിക്കുന്നതിനപ്പുറം ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മിഡീവൽ സമയത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഏൻഷ്യൻ സമയത്ത് ഉണ്ടായിരുന്ന പോലെ സ്റ്റേറ്റിന് എല്ലായ്പ്പോഴും കൊയേഴ്സീവ് പവർ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് സ്റ്റേറ്റിന്റെ കൊയേഴ്സീവ് അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ് കനോട്ട് ഗെറ്റ് സപ്പോർട്ട് ഫ്രം ദ പീപ്പിൾ. സോ ഇറ്റ് നീഡ് to get the support of the people by its influence, not by its coercive measures. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, പ്രത്യേകിച്ച് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റിന്റെ കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹെറാൾഡ് ലാസ്വെൽ ഒക്കെ പറയുന്നുണ്ട്, സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് ഈസ് നത്തിങ് ബട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെയും കുറിച്ചുള്ള പഠനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഹെറാൾഡ് ലാസ്വെൽ പറയുന്നുണ്ട്. അതായത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ആരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേറ്റ് മെഷീനറിനെ എന്തെല്ലാം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിനകത്ത്. എന്തൊക്കെയാണെങ്കിലും ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് അൺഈവൻലി ഷെയർഡ് ആണ്, നോട്ട് ഈക്വലി ഷെയർഡ്. അല്ലെങ്കിൽ അൺഈവൻലി ഷെയർഡ് ആണ് ഇൻഫ്ലുവൻസ് എന്ന് നമുക്കറിയാം. ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ അവർക്ക് ഒരു 5 വർഷം കൂടുമ്പം വോട്ട് ചെയ്യുന്നതല്ല, അതിന്റെ അപ്പുറത്തേക്ക് മറ്റു ഇൻഫ്ലുവൻസുകളൊന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിയാറില്ല. വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ, സാധാരണക്കാർക്ക്. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാ സമൂഹത്തിലും, അല്ലെങ്കിൽ എല്ലാ രാജ്യത്തിനകത്തും, അല്ലെങ്കിൽ എല്ലാ ഡെസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തും there will be a small elite group who are very influential. അപ്പൊ ഇവർക്കകത്ത് തന്നെ ചില ആളുകൾ കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും, ചില ആളുകൾ കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും. എന്നിരുന്നാലും ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സമൂഹത്തിനകത്തോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തോ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നാണ് അല്ലെങ്കിൽ അൺഈവൻലി ഷെയർഡ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കണം. പിന്നെയുള്ളത് ഇൻഫ്ലുവൻസ് ഈസ് ദ ഔട്ട്കം ഓഫ് പൊസഷൻ. അതായത് സിംപ്ലി ബീയിങ് എ മാൻ അല്ലെങ്കിൽ സിംപ്ലി ബീയിങ് എ സിറ്റിസൺ ഓഫ് ദ കൺട്രി യു കനോട്ട് ബി ഇൻഫ്ലുവൻഷ്യൽ. അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ട് ലൈക്ക് വി കനോട്ട് മേക്ക് സോ മച്ച് ഇൻഫ്ലുവൻസ് ഓൺ അതേഴ്സ്. It comes with possession of wealth, because most of the times it's wealth. കാരണം അധിക സമയത്തും ലൈക്ക് സമ്പത്തുള്ള ആളുകൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇത് സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ പൊസഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്, അറിവുള്ള ആളുകൾക്ക് എല്ലായ്പ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഹെൽത്ത്, അല്ലെങ്കിൽ പേഴ്സണൽ ചാം. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറയുണ്ടായി, ഈ
കരിഷ്മാറ്റിക് പവറിന്റെ സമയത്ത് ചില ആളുകളുടെ ഒരു പേഴ്സണാലിറ്റി വഴി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സോഴ്സുകളുണ്ട് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു വേണമെങ്കിൽ അത് പൊസഷൻ ഓഫ് മെറ്റീരിയൽ തിങ്സ് ആവാം, പൊസഷൻ ഓഫ് വെൽത്ത് ആവാം, എഡ്യൂക്കേഷൻ ആവാം, ഹെൽത്ത് ആവാം, പലതരത്തിൽ. അതല്ലെങ്കിൽ ഇനി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമാണ് നോക്കുകയാണെങ്കിൽ സമ്പത്ത്, ഇൻഫർമേഷൻ, പൊസഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇപ്പൊ ഞാനൊരു രസകരമായ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു സീരീസ് കാണുകയുണ്ടായി നെറ്റ്ഫ്ലിക്സിനകത്ത്. അപ്പൊ അതില് പറയുന്നുണ്ട് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഷെർലക് ഹോംസ് ആയിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ഒരാള്. അദ്ദേഹം കാരണം ആ ഒരു സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനകത്താണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ആ രാജ്യത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ വ്യക്തിയാണ്, അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, അദ്ദേഹം ഒരു മീഡിയ ടൈക്കൂണാണ്. പക്ഷെ എല്ലാത്തിനും ഉപരി അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, അറിവുകൾ, ഡാറ്റ. കാരണം അദ്ദേഹത്തിന് ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അവരുടെ വീക്ക് പോയിന്റുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് നോയിങ് ഈസ് ഓണിങ്, അതായത് അറിയുക എന്നുള്ളത് സ്വന്തമാക്കുക എന്നുള്ളതാണ്. വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗമായിരുന്നു ലൈക്ക് നോയിങ് ഈസ് ഓണിങ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ ഇൻഫർമേഷൻ, അതായത് പൊസഷൻ ഓഫ് ഇൻഫർമേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഒരുപാട് പൊളിറ്റിക്കൽ സ്കാംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും എല്ലാം. അപ്പോ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ ത്രെട്ട് ഓഫ് യൂസ് ഓഫ് ഫോഴ്സ്. Here there is no actual use of force, but the threat of using force. Then making alliance, അല്ലെങ്കിൽ വോട്ട് ബാങ്ക്, അങ്ങനെ പലതരത്തിലുള്ള സോഴ്സസ് ഉണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, നമ്മളെപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു കാര്യങ്ങളാണ് പവറും ഇൻഫ്ലുവൻസും. അതായത് എങ്ങനെയാണ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്, ഓർ ഈസ് ഇറ്റ് ദ സെയിം ഓർ ഈസ് ഇറ്റ് ഡിഫറെന്റ്. പക്ഷെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലൈക്ക് ബോത്ത് ഓഫ് ദം ആർ വെരി മച്ച് ഡിഫറെന്റ്. They have got so much differences than similarities. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും രണ്ടും ഓപ്പോസിറ്റ് ഈച്ച് അതറാണ്. അതിൽ ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് പവർ ഈസ് ഫോഴ്സ് ഓർ കോയേഷൻ. കാരണം പവർ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും അവിടെ ഒരു ഫോഴ്സിന്റെ യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോയേഷന്റെ യൂസ് ഉണ്ട്. Whereas influence, there is no need of coercion, is non-coercive and persuasive. അല്ലെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ഫോഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അത് ആ ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഫോഴ്സ് യൂസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാൾ നമ്മുടെ കാര്യങ്ങൾ നേടിവെക്കുന്നത് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പവർ ഈസ് കറക്റ്റീവ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈസ് നോട്ട്, ബിക്കോസ് ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് ടു പവർ. കാരണം നമുക്കറിയാം ഒരാൾ നമ്മുടെ തലയുടെ മുകളിൽ തൂക്കി ചൂണ്ടിയിട്ട് പറയുകയാണ് ഇന്ന കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് വി ഹാവ് ഗോട്ട് ഓൺലി ടു ആൾട്ടർനേറ്റീവ് ഇൻ ദ സെൻസ് ലൈക്ക് either ഡൈ ഓർ ഡു വാട്ട് ഹി വാണ്ട്സ്. അപ്പോൾ പവറിന്റെ സമയത്ത് അല്ലെങ്കിൽ പവർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അധികം ആൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല. അധികം എന്ന് പറയുമ്പോൾ വേറെ ഒരു ആൾട്ടർനേറ്റീവ്സും ഇല്ല, ലൈക്ക് ടു ഒബേ ദ റൂളർ. പക്ഷേ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുന്നത്, ഇൻഫ്ലുവൻസ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് നമ്മൾ അയാൾ പറയുന്ന കാര്യം ചെയ്യണോ, അയാളെ ഫോളോ ചെയ്യണോ വേണ്ടയോ, അതോ അയാളെ ഫോളോ ചെയ്യാതിരിക്കാം, അയാൾ പറയുന്ന പോലെ ചിന്തിക്കാതിരിക്കാം. നമുക്ക് അവിടെ പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. വി ഹാവ് ഗിവൺ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇൻ ഇൻഫ്ലുവൻസ്, വേറാസ് വി ഡോണ്ട് ഹാവ് എനി ആൾട്ടർനേറ്റീവ്സ് ഇൻ ദ കേസ് ഓഫ് പവർ. പിന്നെയുള്ളത് പവർ ഉപയോഗിക്കുന്ന ആള് like he tend to become undemocratic and autocratic. പവർ കയ്യിലുള്ള ആള് കാരണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻ ലൈക്ക് ഇഫ് യു ഹാവ് പവർ ആൻഡ് ഇഫ് യു ആർ യൂസിങ് coercive measures to
to ensure the exercise of your power, most of the time people will follow you, but unwillingly or against their wishes. So in this case, if someone is doing something against their wish, then it's undemocratic. തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായ അല്ലെങ്കിൽ തങ്ങളുടെ ഇൻട്രസ്റ്റുകൾക്കെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇറ്റ്സ് അൺഡെമോക്രാറ്റിക്. അതുകൊണ്ട് the person who possess power, they tend to become more undemocratic and authoritarian or autocratic. Whereas in the case of influence എല്ലായ്പ്പോഴും നമ്മുടെ വിഷൻ അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞ പോലെ always you have an alternative and still you choose to obey him, then it's your wish, it's your decision. അപ്പൊ അതുകൊണ്ട് തന്നെ like there is an element of legitimacy in the exercise of influence. അതുകൊണ്ട് it's always democratic. Then influence become power when sanctioned by force. ഇപ്പൊ നമുക്കറിയാം ഈ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്ച്വലി അവരുടെ ഒരുപാട് ഹോളിവുഡ് മൂവീസ് അല്ല, അല്ലെങ്കിൽ അവരുടെ അമേരിക്കൻ ആർമി മൂവീസ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ദേ ആക്ട് ആസ് ഗ്ലോബൽ പോലീസ്. അവര് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇടപെട്ട് അവിടെ, അല്ലെങ്കിൽ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള അതോറിറ്റേറിയൻ റൂളുകളുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇടപെട്ട് അവരുടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം അവർ ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ നടത്താറുണ്ട്. അഫ്ഗാനിസ്ഥാൻ അതാണ് സംഭവിച്ചത്, ഇറാഖിൽ അതാണ് സംഭവിച്ചത്, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിന്റെ എല്ലാം പിന്നാമ്പുറങ്ങളിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻസിന്റെ പിന്നാമ്പുറങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് സദ്ദാം ഹുസൈൻ വാസ് he was killed by the United States of America. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് സദ്ദാം ഹുസൈന്റെ കാര്യം. കാരണം എന്ന് പറയുന്നത് സദ്ദാം ഹുസൈൻ അല്ലെങ്കിൽ ബഷർ അൽ അസദ് അല്ല, നമ്മുടെ ഈജിപ്തിലെ ഭരണാധികാരി ഹുസ്നി മുബാറക്, ഇവരുടെ എല്ലാം ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അവരൊരു പ്രീവിയസ് ടൈമിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1960 മുതൽ 70, 80 ആ കാലഘട്ടങ്ങളിലെല്ലാം they were influenced by the United States. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അവര് എക്കണോമിക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, തിരിച്ച് അങ്ങോട്ടും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ലൈക്ക് they acted, these countries like Iraq and Egypt, these countries acted how United States United States wished to act. ഈ രാജ്യങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത്, അതുപോലെയാണ് ഈ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ടായത്. ബിക്കോസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് it used to influence the policies of these countries. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു 10, 20, 25, 30 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യങ്ങള് they realize how they are getting exploited by the Western world. So they started acting against the interest of United States. ആ സമയത്താണ് ആ രാജ്യങ്ങളിൽ ഡെമോക്രസി ഇല്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഫോഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയുടെ ഫസ്റ്റ് പോളിസീസ് it was influence. Then later when they started using force, it became power or invasion. നമുക്കറിയാം ഈ 2003 സദ്ദാം ഹുസൈൻ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ WMD ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ തന്നെ പതനത്തിന് കാരണമാവും, ലോകം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമേരിക്ക അത് ഇത്രയും കാലം തോളിൽ വെച്ചുകൊണ്ട് സദ്ദാം ഹുസൈൻ തോളിൽ വെച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും കാലം കൊണ്ടു നടന്നിരുന്ന അമേരിക്ക ഇറാഖിനത് തിരിയുകയും ഇറാഖിലൊരു ഇൻവേഷൻ നടത്തുകയും അങ്ങനെയെല്ലാം ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സൊസൈറ്റിയൽ സെറ്റപ്പും കൾച്ചറും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർന്നു. ആ രാജ്യം ഒന്നുമില്ലാത്ത മരുഭൂമി പോലെ ആക്കിയിട്ട് ഇപ്പൊ അമേരിക്ക പറയുന്നു സദ്ദാം ഹുസൈൻ WMD ഒന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല. ഈ അവസ്ഥയിലോട്ടാണ് സിറിയ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തൊട്ടടുത്തുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ്. കാരണം
ഈ അമേരിക്കയുടെ ഗ്ലോബൽ വാർ ഓൺ ടെറർ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ നടത്തിയ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് അമേരിക്കയുടെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഫ്ലുവൻസ് പെട്ട രാജ്യങ്ങളായിരുന്നു. പക്ഷെ when these countries started acting against United States, they started using their coercive method, coercive power. Then they were like labeled as undemocratic, they were labeled as terrorist. കാരണം ഇവിടെയും അഫ്ഗാനിസ്ഥാനിലും അതാണ് സംഭവിച്ചത്. എല്ലാ രാജ്യങ്ങളും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഭാഗത്തോട്ട് കിടക്കുകയല്ല, കാരണം ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ് ബിക്കം പവർ when it is sanctioned by use of coercive power. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പവർ ഉപയോഗിക്കുകയാണെങ്കിൽ like if you take the example of two people, one has got power and coercive method in his hand, others is a normal person in the sense like, but he has got methods to influence. അപ്പോ നമുക്കറിയാം, കയ്യിൽ പവറിലാണ്, കോഴ്സീവ് മെത്തേഡിലാണ്, ലൈക്ക് ഹിസ് ഇൻഫ്ലുവൻസ് tend to be more effective and efficient compared to the person who is not using any coercive method, because there is an element of fear involved in it. ഇനി നമുക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസസ്. അല്ലെങ്കിൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. ഒന്നാമത് അത് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് പരസ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ്. രണ്ടാമത് പൊട്ടൻഷ്യൽ ഓർ ഇംപ്ലിസിറ്റ്, അതായത് രഹസ്യമായിട്ടുള്ള, അതായത് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശേഷി, അതല്ലെങ്കിൽ അതൊന്നും പരസ്യമല്ലാതെ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ആണ് രണ്ടാമത്. അപ്പൊ ഒന്നാമത്തെ ഭാഗത്ത് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ് ഈസ് വിസിബിൾ ആൻഡ് ക്യാൻ ബി മെഷേർഡ്. ഈ ഇൻഫ്ലുവൻസ് നമുക്ക് വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഹൗ ദേ ആർ ട്രൈങ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഹൗ ദേ ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ദേ ആർ യൂസ് ടു ഇൻഫ്ലുവൻസ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. അതുകൂടെ തന്നെ നമുക്കത് മെഷർ ചെയ്യാനും കൂടി പറ്റും. മെഷർ ഇൻ ദ സെൻസ്, ഞാൻ പവർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറയുകയുണ്ടായി, ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ലൈക്ക് മണി. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് നമുക്ക് പൈസ പോലെ മെഷർ ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ റിലേറ്റീവ്ലി വി ക്യാൻ മെഷർ, ലൈക്ക് വിച്ച് വൺ ഈസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ദാൻ ദ അതർ വൺ, അല്ലെങ്കിൽ ഹൂ ഗെറ്റ് മോർ ഇൻഫ്ലുവൻസ്ഡ് കമ്പയർഡ് ടു ദ അതർ പീപ്പിൾ. which method of influence is more efficient than other. അപ്പൊ ഇത്തരത്തിലുള്ള റിലേറ്റീവായിട്ട് നമുക്ക് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി കഴിയും. അതാണ് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ബൈ മെഷറിങ് ദ ചേഞ്ച്. നമുക്കറിയാം, നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അപ്പൊ അയാളുണ്ടാകുന്ന മാറ്റങ്ങളെ അളന്നിട്ട് നമുക്കറിയാൻ പറ്റും, ഓക്കെ ഇൻഫ്ലുവൻസ് ഇത്തോളം അയാൾ ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൗ റിലയബിൾ ആണ്. റിലയബിൾ ഇൻ ദ സെൻസ്, ചില ആളുകൾ ലൈക്ക് ഫോർ ദ സേക്ക് ഓഫ് ദ ഇൻഫ്ലുവൻസർ പീപ്പിൾ tend to act like they are influenced, but when they are not there, like they go back to their position, formal position. അപ്പൊ അതുകൊണ്ടാണ് ഹൗ റിലയബിൾ, അല്ലെങ്കിൽ ഹൗ സ്ട്രോങ്, അല്ലെങ്കിൽ ഹൗ കോസ്റ്റ്ലി ഇൻ ദ സെൻസ് ലൈക്ക് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് യു, നോട്ട് ഇൻ ടേംസ് ഓഫ് മണി ബട്ട് ഇൻ ടേംസ് ഓഫ് റിസോഴ്സസ് ഓർ അതർ മീൻസ്. അപ്പൊ ഇത്തരത്തിലൂടെ ഈ കാര്യങ്ങൾ അളക്കുന്നതിലൂടെ നമുക്ക് ഇൻഫ്ലുവൻസിനെ ആക്ച്വലി അളക്കാൻ പറ്റും. പക്ഷെ അത് എക്സ്പ്ലിസിറ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് ആണെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ ദ ഗ്രേറ്റർ ദ ചേഞ്ച് ദ ഗ്രേറ്റർ ദ ഇൻഫ്ലുവൻസ്. അത് നമുക്ക് കൂടുതൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും, കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്നത് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഇൻഫ്ലുവൻസ്. ഇവിടെ ഇരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മെഷർ ബിക്കോസ് വി കാൺട്ട് സീ ഇറ്റ്. Okay, like they are capable of making influence on the people, but we can't see it, or we can't see it happening. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഇൻഫ്ലുവൻസ് എന്നാണ്. അപ്പൊ ഈ ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം ലൈക്ക് വി കാൺ മേക്ക് പ്രഡിക്ഷൻസ് ഓൺ പൊളിറ്റിക്കൽ ഓർ നോൺ പൊളിറ്റിക്കൽ ഇവന്റ്സ്. കാരണം നമുക്ക് അറിയില്ല, like we know that they are capable of influencing, but we do not know how much they are capable or how they are doing and how much will be the change. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നോൺ പൊളിറ്റിക്കൽ ഇവന്റ്സ് ലൈക്ക് it will become very much difficult to make predictions on political or non political events. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കേരളത്തിൽ സംഭവിച്ചത്. കാരണം റിലേറ്റീവ്ലി
സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ അത്ര, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്ന ഭരണമായിരുന്നു അതുവരെ കേരളത്തിലെ സർക്കാർ കാണിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കാരണം വളരെ ഒരു കൂടിയ മാർജിനിൽ അതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിക്കകത്ത് അധികാരത്തിൽ വരികയുണ്ടായി. അതിനുശേഷം വന്നല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ഭരണകക്ഷി നല്ല ഒരു മാർജിനോട് ജയിക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. പക്ഷെ ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായി ലോക്സഭാ ഇലക്ഷൻ, ഈവൻ ഭരണകക്ഷി തന്നെ പറയുകയുണ്ടായി ലൈക്ക് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അളക്കുന്നതിനുള്ള ഒരു കാര്യമാണെന്ന് പറയും. പക്ഷെ ആ സമയത്താണ് ഒരു പുതിയ തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഞാനെല്ലാം ഉൾക്കൊള്ളുന്ന വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം 20 ലോക്സഭാ മണ്ഡലങ്ങൾ 19 ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിക്കുകയും ഞങ്ങളുടെ വയനാട് നിയോജക മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ലൈക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അത് ഇത്ര സീറ്റില് അല്ലെങ്കിൽ ഇത്രത്തോളം വോട്ട് സ്ഥലങ്ങളിൽ UDF ജയിക്കുക എന്ന്, കോൺഗ്രസ് ജയിക്കുക എന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ഐ മീൻ ലൈക്ക് മോസ്റ്റ് ഓഫ് us got it wrong. അപ്പൊ ഇതാണ് ഒരു പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് നമുക്കറിയില്ല. ലൈക്ക് how they influence, what are the methods they use to influence, but we know that they have the potential to influence, but it's very hard to measure them. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നത്. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, നമുക്ക് ലെജിറ്റിമസിയും അതോറിറ്റിയും ഉണ്ട്, നമുക്ക് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.